TCSൽ നമുക്ക് രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് മൊഡ്യൂൾ 1ൽ വരുന്നത്. ഒന്ന് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ഡിസൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും തന്നിരിക്കുന്ന ഡേറ്റാസ് ആദ്യമേ ഗിവൺ ഡേറ്റ എന്നും പറഞ്ഞ് എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം എഴുതുക. അതായത് വിഡ്ത്ത് ഉണ്ട്, എഫക്റ്റീവ് ഡെപ്ത്ത് 3 ബാർസ്, 16 ഡയമീറ്റർ, FY തന്നിട്ടുണ്ട്, FCK തന്നിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എഫക്റ്റീവ് ഡെപ്ത്ത് ആണ്. എഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ സ്മോൾ d ആണ്. നോർമൽ ജസ്റ്റ് ഡെപ്ത്ത് എന്ന് മാത്രമാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ D ആയിരിക്കും. ക്യാപിറ്റൽ D ആണെന്നുണ്ടെങ്കിൽ സ്മോൾ d കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ d ഈക്വൽസ് ടു ക്യാപിറ്റൽ D മൈനസ് എഫക്റ്റീവ് കവറിൻ്റെ വാല്യൂ 50 ആയിരിക്കും. അങ്ങനെ നമുക്ക് സ്മോൾ d കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഗിവൺ ഡേറ്റാസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഏരിയ ഓഫ് സ്റ്റീൽ AST കണ്ടുപിടിക്കുക. AST കണ്ടുപിടിക്കാനായിട്ട് π/4 d² ഇൻറ്റു നമ്പർ ഓഫ് ബാർസ് ചെയ്താൽ മതി. അവിടെയും നമുക്ക് ഡിയും അതുപോലെ എത്ര ബാർ എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ mm² നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാണെന്നുള്ളത് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് XU/D കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ XU/D കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് XU/Dയുടെ ഇക്വേഷൻ നമ്മുടെ IS 456ൽ പേജ് നമ്പർ 96ൽ Annex G11A കിടപ്പുണ്ട്. അപ്പം അതിൽ തന്നേക്കുന്നത് 0.87 into FY into AST by 0.36 FCK into B into D. നമുക്ക് ഈ ഡേറ്റാസ് എല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. അതെല്ലാം കൂടി ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ XU/Dയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഇത് ഏത് ടൈപ്പ് സെക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് XU_max/D ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ XU_max/D നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? FYയുടെ വാല്യൂ നമുക്കറിയാലോ 415 ആണ്. അപ്പോൾ പേജ് 70 എടുക്കുക. സെയിം IS 456ലെ പേജ് 70 എടുക്കുക. അതിനകത്ത് FYയുടെ വാല്യൂ 415 ആയതുകൊണ്ട് അവിടെ തന്നേക്കുന്ന XU_max/Dയുടെ വാല്യൂ 0.48 ആണ്. ഇനി XU/Dയും XU_max/Dയും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ അല്ലേ XU_max/D XU/Dനേക്കാളും. അപ്പോൾ അതിനെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഇനി ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്നും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് സെക്ഷൻ എന്നും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്നുമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ Annex G അതായത് പേജ് 96ലെ IS 456 എടുക്കുകയാണെങ്കിൽ മൊമെൻറ്റിൻ്റെ ആദ്യത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഇനി ഈക്വൽ ടു ഗ്രേറ്ററോ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളത്. അതുമാത്രമല്ല ഓവർ റീഇൻഫോഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇവിടെ നമുക്ക് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് നമുക്ക് ന്യൂട്ടൺ മില്ലിമീറ്ററിലായിരിക്കും തന്നിട്ടുണ്ടാവുക. കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 10 × 10⁻⁶ ചെയ്ത് കഴിഞ്ഞാൽ കിലോ ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെയും ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഈ സെക്ഷൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും.